സ്നേഹപൂർവ്വം ക്ഷമ സീരിയലിൻ്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിൻ്റെ പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ രാധിക തൻ്റെ പിന്നാലെ ഒരു സ്ത്രീ അമ്മയാണെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ടെന്നും അവർ തനിക്കെന്തോ അങ്ങോട്ട് അമ്മയായിട്ട് ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല എന്നൊക്കെ ഷ്യാമയോട് തുറന്ന് പറയുവാണ്. അങ്ങനെ രാധികയുടെ ആ വാക്കുകളൊക്കെ കിട്ടുന്ന വിശ്വസിക്കാനാവാതെ നിൽക്കുവാണ് ഷ്യാമയും അമൃതയൊക്കെ. ഈ സമയം രാധിക പറയുന്നുണ്ട്, ഒരു ഭ്രാന്തി സ്ത്രീ വന്ന് എന്തൊക്കെയോ പറയുന്നു, അങ്ങനെ ഞാനതിനെ കാണുന്നുള്ളൂ. അന്നേരം ക്ഷമ പറയുക, അത് തന്നെയായിരിക്കും, അല്ലെങ്കിൽ ഇതുപോലൊരു കള്ള മോളോട് വന്നിങ്ങനെ പറയുമോ? അല്ല മാഡം, അവർ പറഞ്ഞതൊക്കെ കള്ളമാണെന്ന് മാഡത്തിന് എങ്ങനെയാണ് പറയാൻ പറ്റുന്നത്? രാധികയുടെ ആ ചോദ്യം കേൾക്കുമ്പോൾ ക്ഷമ ഒന്ന് പതറുവാണ്. അന്നേരം ക്ഷമ പറയണേ, അത് പിന്നെ മോള് പറഞ്ഞതൊക്കെ കേട്ട് നോക്കുമ്പോൾ അവരുടെ ഉദ്ദേശം മറ്റെന്തോ ആണെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്. മോൾ ഒരിക്കലും വിഷമിക്കേണ്ട. ആരൊക്കെ മോളെ വിഷമിപ്പിച്ചുകൊണ്ട് പിന്നാലെ ഉണ്ടെങ്കിലും മോളെ ചേർത്ത് പിടിക്കാൻ ഈ അമ്മയുണ്ട്. മോളെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല എന്നും പറഞ്ഞ് രാധികയെ ചേർത്ത് പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് ഫിദ. പിന്നീട് മ്യൂസിക് സ്കൂളിൽ നിന്ന് വൈകിട്ട് തിരികെ കണിമംഗലത്തെത്തുവാണ് രാധിക. ഈ സമയം കൽപ്പനയും ഉർവശിയും മുറ്റത്ത് തന്നെ നിൽക്കുന്നുണ്ടാവും. അങ്ങനെ രാധികയെ കാണുന്നതും അവരോരോന്നൊക്കെ പറഞ്ഞ് രാധികയെ കുത്തി നോവിക്കുവാണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടല്ലോ, നിൻ്റെ ഭാഗത്തു നിന്നുള്ള ഓരോ പ്രവൃത്തിയും വരുണിനെ വെറുപ്പിക്കുന്നതായിരിക്കണം. ഞങ്ങൾ പറയുന്നത് എന്താണോ അത് നീ അനുസരിക്കണം, അല്ലെങ്കിൽ നിൻ്റെ അച്ഛനെ വിളിച്ച് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ പറയും. അതോടെ ദേവനാരായണൻ തിരുമേനി നിൻ്റെ മുമ്പിൽ തന്നെ ചങ്ക് പൊട്ടി അങ്ങ് വീഴും. അങ്ങനെ അവരുടെ വാക്കുകളൊക്കെ കേട്ട് സങ്കടത്തോടെ രാധിക അകത്തേക്ക് പോകുവാണ്. പിന്നീട് കാണിക്കുന്നത് ഷ്യാമയും അമൃതയും കൂടി ചേർന്ന് രാധിക പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അമൃത പറയണേ, എന്നാലും ആരായിരിക്കും മോളുടെ പിന്നാലെ അമ്മയാണെന്ന് പറഞ്ഞ് നടക്കുന്നത്? അന്നേരം ഷ്യാമ പറയുന്നുണ്ട്, അവളുടെ മേൽ അമ്മയാണെന്ന് പറഞ്ഞ് അവളുടെ പിന്നാലെ കൂടിയിട്ടുള്ളത് മറ്റാരും ആയിരിക്കില്ല, ആശയുടെ തന്നെ ആയിരിക്കുള്ളൂ. അവർ എൻ്റെ മോളെ കണ്ടെത്തി കഴിഞ്ഞു. എന്തോ ഒരു ഗൂഢലക്ഷ്യം വെച്ചിട്ടാണ് അവളുടെ അമ്മയാണെന്ന് പറഞ്ഞ് അവളുടെ പിന്നാലെ നടക്കുന്നത്. എനിക്ക് ഐശ്വര്യയുടെ കൈകളിൽ നിന്ന് എൻ്റെ മോളെ എങ്ങനെയെങ്കിലും രക്ഷിക്കണം. ഇനിയും നമ്മൾ മാറിയിരുന്ന് ശരിയാവില്ല. ഐശ്വര്യയുടെ പ്ലാൻ എന്താണെന്ന് എത്രയും പെട്ടെന്ന് തന്നെ തിരിച്ചറിയണം. അവരുടെ ചതിയിൽ എൻ്റെ മോള് വീഴാൻ പാടില്ല. അങ്ങനെ ഐശ്വര്യയുടെ ചതി പൊളിച്ചടുക്കി രാധികയെ രക്ഷിക്കാൻ തീരുമാനിക്കുകയാണ് കേട്ടോ ഷ്യാമ. പിന്നീട് കാണിക്കുന്നത് മുത്തശ്ശി പ്രിയങ്കയും കൂടി ഫോണിൽ സംസാരിക്കുന്നതാണ്. അങ്ങനെ വരുണാണെങ്കിൽ തന്നോട് തീരെ അടുക്കുന്നില്ല എന്നൊക്കെ മുത്തശ്ശിയോട് പറയുവാണ് കേട്ടോ. അതേക്കതും മുത്തശ്ശി പറയണേ, വരുൺ നിന്നോട് അടുക്കണമെങ്കിൽ ആദ്യം നീ ഇവിടെ നടിച്ച് പുറത്താക്കേണ്ടത് ആ രാധികേനെയാണ്. അവൾ കാരണമാണ് വരുണും നീ തമ്മിൽ അടുക്കാത്തത്. ഇപ്പം എനിക്ക് മുത്തശ്ശി പറയുന്നതൊന്നും മനസ്സിലായില്ല, പക്ഷേ കാര്യങ്ങൾ നിൻ്റെ കണ്ണിന് നേരെ കാണും, അപ്പോളെ നീ വിശ്വസിക്കുള്ളൂ. അങ്ങനെ മുത്തശ്ശി പറഞ്ഞൊന്നും വിശ്വസിക്കാതെ പ്രിയങ്ക വേഗം തന്നെ കോള് കട്ടാക്കുവാണ്. പിന്നീട് കാണിക്കുന്നത് രാത്രി രാധികയുടെ മുറിയുടെ വാതിൽ തട്ടി വിളിക്കുന്ന വരുണിനെയാണ് കേട്ടോ. ഈ സമയം രാധിക വാതിൽ തുറക്കുന്നുണ്ട്. അങ്ങനെ വരുണിനെ കാണുന്നതും വാതിലടക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വരുൺ രാധികയെ തടയുവാണ് കേട്ടോ. ഈ സമയം ഈ കാഴ്ച കണ്ട് പത്മിനിയും അങ്ങോട്ടേക്ക് വരുന്നുണ്ട്. അപ്പോൾ അതൊക്കെയാണ് കമ്മിങ് സൂൺ പ്രൊമോയിൽ കാണിക്കുന്നത്. ഈ ഒരു പ്രൊമോ റിവ്യൂ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ മറക്കാതെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണേ. ഇതുപോലുള്ള കൂടുതൽ റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തും കൂടി സപ്പോർട്ട് ചെയ്യണേ. താങ്ക് യു.